ഹലോ, അസ്സലാമു ഡയറ്റിൽ ആഡ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ലോ കാലറി ആയിട്ടുള്ള ഫുഡ്, അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഫുഡൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യണത്. പിന്നെ വന്നിട്ട് നമ്മുടെ മീൽസ് പ്ലാൻ ചെയ്യുക. നമ്മുടെ മീൽസ് പ്രീ പ്ലാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നാളെ എന്തുണ്ടാക്കണം, അല്ലെങ്കിൽ ആ ഒരു ടൈമിലാക്കി തന്നെ ചിലപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ കഴിക്കുക, ഉച്ച
ഇനി നിങ്ങൾ പറ്റുന്ന ടൈമിൽ ഉറങ്ങുക. പിന്നെ പറ്റണവരാണെന്നുണ്ടെങ്കിൽ, കുട്ടികളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉറങ്ങാം കേട്ടോ. പിന്നെ നമ്മൾക്ക് എപ്പോഴും ഡയറ്റിന് നമുക്ക് പെട്ടെന്ന് തന്നെ മടുത്തു പോകും. ഒരേ ടൈപ്പ് ഓഫ് ഫുഡ്, സാലഡ്സ്, പിന്നെ അതുപോലെ എഗ് വൈറ്റ്, അതൊക്കെ തന്നെ കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മടുത്തു പോകും. പിന്നെ നമുക്ക് പെട്ടെന്നൊരു ബിരിയാണി ഒക്കെ ആകുമ്പോൾ ഓവർ ക്രേവിങ്സ് കുറേ കഴിച്ചിട്ട് കുറേ കാലറി നമ്മുടെ ഉള്ളിലാക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡിൽ ഡയറ്റിൻ്റെ ഫുഡാണെന്ന് അറിയാതെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. അതിനുള്ള മീലൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും. നമുക്ക് നമ്മുടെ ടേസ്റ്റി ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണ പോലെയുള്ള ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ 9 മണിക്ക് മുമ്പ് കഴിച്ചിരിക്കണം. പിന്നെ ലഞ്ച് ആണെങ്കിൽ 1 മണിക്ക് മുമ്പ് കഴിച്ചിരിക്കണം. ഡിന്നർ ആണെങ്കിൽ 7:30 മുമ്പ് നമ്മുടെ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ബ്രഞ്ച് വരും, പിന്നെ ഈവനിങ് സ്നാക്ക് വരും. അത് വന്നിട്ട് ഒരു 11-11:30 ആ ഒരു ടൈമിൽ ബ്രഞ്ച്, പിന്നെ അതുപോലെ ഈവനിങ് സ്നാക്ക് വന്നിട്ട് 4:30 to 5 അതിൻ്റെ ഉള്ളിൽ അതും കഴിച്ചിരിക്കണം. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ഡയറ്റ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് നാളേക്ക് വെച്ചിട്ട് മാറ്റി വെക്കാതിരിക്കുക. ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ ഡേറ്റിംഗ് കുറയാനാണ്. അപ്പോൾ എൻ്റെ വെയിറ്റ് കുറയണതിൻ്റെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരും. ഹെൽത്തി അല്ലാത്ത ഫാറ്റ് അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, എനിക്ക് തന്നെ 1-2 ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്നൊക്കെ ഞാനിപ്പോൾ റിക്കവറായി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എൻ്റെ പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിൻ തന്നെ ആയിരുന്നു. അത് പ്രഗ്നൻസി ടൈമിൽ എൻ്റെ മോന് വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ബേബിക്കല്ല വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് തന്നെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും വന്നിട്ടുണ്ടായിരുന്നു. വെയിറ്റ് മാത്രമല്ല വന്നിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ തീരെ കഴിക്കാതിരിക്കല്ല, പക്ഷേ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പിന്നെ അതുപോലെ ഷുഗർ, അങ്ങനത്തെ ഐറ്റംസ് മാക്സിമം കട്ട് ചെയ്യുക. എല്ലാ വീക്കിലും നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുക മൺഡേ ആണ്. ആ മൺഡേ ചെക്ക് ചെയ്തിട്ട് പിന്നെ ആ ഒരു വീക്ക് നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യരുത്. കാരണം ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ 100 ഗ്രാമോ 200 ഗ്രാമോ കുറഞ്ഞ് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നില്ല. പക്ഷേ ആ ഒരു ആഴ്ച ഒരു 200 ഗ്രാം വെച്ച് കുറഞ്ഞ് കാണുമ്പോൾ ഓൾമോസ്റ്റ് ഒരു kg അല്ലെങ്കിൽ ഒരു 1 kg ഒക്കെ കുറഞ്ഞത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺഡേ മാത്രം വെയിറ്റ് ചെക്ക് ചെയ്യുക. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അന്നത്തെ വെയിറ്റിംഗ് ചെക്ക് ചെയ്ത് വെക്കുക. എൻ്റെ വെയിറ്റ് ഉള്ളതായിരിക്കും. അല്ലാത്തത് നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിക്കാട്ടോ. എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ഞാനിവിടെ സൈഡിൽ കൊടുക്കും ചെയ്യാൻ, ഞാനൊന്ന് പറഞ്ഞിട്ടും ചെയ്യാം. ഫസ്റ്റ് വൺ ഈ ഗ്രീക്ക് യോഗേർട്ടാണ്. എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചാൽ മതി. അതിന് വന്നിട്ട് ഒരു 30 to 35 അല്ലെങ്കിൽ 40 റുപ്പീസിൻ്റെ ഉള്ളിലേ വരുള്ളൂ. പ്ലെയിൻ വാങ്ങിയാൽ മതി, നോ ആഡഡ് ഷുഗറിൻ്റെ പ്ലെയിൻ ഗ്രീക്ക് യോഗേർട്ട് ഒരു ബോട്ടിൽ വാങ്ങിക്കുക. പിന്നെ വെജിറ്റബിൾസ് മെയിനായിട്ടും കുക്കുംബർ, ക്യാരറ്റ്, പിന്നെ നമുക്ക് ഉപ്പേരി തോരൻ വെച്ച് കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾസ് ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള വെച്ചാൽ അതൊക്കെ വാങ്ങിക്കുക എന്നല്ല, നമുക്ക് 1 വീക്കിന് ഒരു 2-3 ഐറ്റംസ് എന്തായാലും വാങ്ങിക്കുക. പിന്നെ വന്നിട്ട് ഹണി നല്ല പ്യുവർ ഹണി തന്നെ വേണം. കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ എപ്പോഴും നമുക്ക് കുറച്ച് മധുരം ആഡ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഹണി ഒരു ബോട്ടിലൊന്ന് വാങ്ങിച്ചു വെക്കുക. പിന്നെ വന്നിട്ട് റോൾഡ് ഓട്സ് ആണ്. ഓട്സിൽ നമുക്ക് എപ്പോഴും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നല്ലത് എപ്പോഴും റോൾഡ് ഓട്സ് ആണ്. അപ്പോൾ ഷോപ്പിൽ പോയാൽ കുറേ ടൈപ്പ് ഓഫ് ഓട്സ് നമുക്ക് കാണാൻ കഴിയും. അതിൽ റോൾഡ് ഓട്സ് ഒരു പാക്ക് വാങ്ങി വെക്കുക. പിന്നെ വന്നിട്ട് എഗ്ഗാണ്. എഗ്ഗിൻ്റെ വൈറ്റ് അടിപൊളിയാണ് ഡയറ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കാലറി കുറവില്ലതായതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കുറച്ച് നേരം ഫുള്ളായി തോന്നും ചെയ്യും. അപ്പോൾ നല്ലൊരു ഫുഡാണ്. അപ്പോൾ കുറച്ച് എഗ്സ് വാങ്ങി വെക്കുക. പിന്നെ വന്നിട്ട് ചിയ സീഡാണ്. ചിയ സീഡിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ടൈമിന് നമ്മൾ ഫില്ലാക്കി വെക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ചിയ സീഡ്സ് വാങ്ങി വെക്കുക. പംകിൻ സീഡ്
നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് മാത്രം ഫോളോ ചെയ്യാം. പിന്നെ തീരെ ഒന്നും കഴിക്കാണ്ട് ഫീഡ് ചെയ്യണ ഉമ്മമാരൊക്കെ ഡയറ്റ് എടുക്കാൻ നിന്നാൽ നമ്മൾ കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനും കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ അവരെ നോക്കാനും കഴിയില്ല. നമ്മൾ ഭയങ്കര ടയേർഡാവും. പിന്നെ ഒരു ഡയറ്റ് നമുക്ക് വരുമ്പോൾ ഹെഡേക്കും ഇഷ്യൂസും 1-2 ദിവസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇതിൽ തന്നെ മുന്നോട്ട് പോവുക. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് കുറച്ച് നട്ട്സ് വാങ്ങി വെക്കുക. നട്ട്സ് വാങ്ങുമ്പോൾ ഒരിക്കലും സോൾട്ടഡോ റോസ്റ്റഡോ ഒന്നും വാങ്ങേണ്ട. പ്ലെയിൻ ആയിട്ടുള്ള നട്ട്സ് വാങ്ങുക. കുറച്ച് ബദാം, കുറച്ച് കാഷ്യൂസും പിന്നെ അൺസോൾട്ടഡ് പിസ്താഷ്യൂസും ഒക്കെ കുറച്ച് വാങ്ങിച്ച് വെക്കുക. പിന്നെ ഡേറ്റ്സ് വളരെ വെക്കുക. എപ്പോഴും നമുക്ക് ചിക്കന് പിന്നെ അതുപോലെ ഫിഷൊന്നും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് ഈ ചെറുപയറൊക്കെ. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ ആഡ് ചെയ്യുക. പിന്നെ എപ്പോഴും ചിക്കനൊന്നും കഴിക്കണം നല്ലതല്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോട്ടീൻക്ക് ആഡ് ചെയ്യാൻ പറ്റിയതാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് ലീഫി വെജിറ്റബിൾസൊക്കെ വാങ്ങി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങി വെക്കുക. സീസണൽ ഫ്രൂട്ട്സ് വാങ്ങിയാൽ മതി. അധികം റേറ്റ് കൊടുത്തിട്ടൊന്നും വാങ്ങണമെന്നില്ല. പിന്നെ എപ്പോഴും ലോ കാലറി ഉള്ള ഫ്രൂട്ട്സ് വാങ്ങാൻ ശ്രമിക്കുക. വാട്ടർമെലോൺ, പിന്നെ അതുപോലെ റോബസ്റ്റ, പിന്നെ വന്നിട്ട് ഗുവാവ ഉണ്ടല്ലോ, അടക്കാപ്പഴം, അതൊക്കെ ലോ കാലറിയിൽ വരുന്ന ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അതൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. പിന്നെ വന്നിട്ട് വീറ്റ് ഫ്ലോർ ആണ്, ഗോതമ്പ് പൊടി, അതൊക്കെ എല്ലാവരും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ുണ്ടെങ്കിൽ ഓർക്കൊന്ന് ഷെയർ ചെയ്തെടുക്കും. ഓരോടും നമ്മുടെ കൂടെ കൂടാൻ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ റിസൾട്ട് പോലെ ഇരിക്കും ഞാൻ ഇനി മുന്നോട്ട് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ചെയ്യണത്. ഇൻഷാ അല്ലാഹ് എന്താണെങ്കിലും ഞാനിത് 15 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നടക്കില്ലെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് കഴിയുന്ന പോലെ ഞാനത് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. കമൻറ്റ് ചെയ്താൽ മതി. നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്ത് ഒരു 1 month കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഇതിനൊരുപാട് ചിലപ്പോൾ നെഗറ്റീവ്സ് ഉണ്ടാവും, നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടാവും. ഇത് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്.
പിന്നെ തൈറോയിഡൊക്കെ ആണെങ്കിൽ നിങ്ങളെ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അടുത്ത് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ DM ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണും. ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ഇവിടെ സൈഡിൽ കൊടുക്കുക, അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് വെക്കുക. അതാണ് നമുക്ക് 1 വീക്കിന് വേണ്ട സാധനങ്ങൾ. നമ്മളൊക്കെ എല്ലാ സൺഡേയും പർച്ചേസ് ചെയ്യുക. ആ ഒരു വീക്കിൻ്റെ മീൽ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എല്ലാ സൺഡേസിലും എല്ലാ വീഡിയോയിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ആ ഒരു കുറച്ച് സാധനങ്ങൾ, കുറച്ച് പെർട്ടിക്കുലർ ഐറ്റംസ് നമ്മൾ വാങ്ങി വെച്ചാൽ നമുക്ക് ആ ഒരു വീക്ക് ഫുള്ളായിട്ട് കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സാധനങ്ങളൊന്നും വേസ്റ്റ് ആക്കി പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ എന്തായാലും നമ്മൾ ഈ ഒരു 15 ദിവസം പുറത്ത് പോകാതിരിക്കുക, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കുക ഒന്നും ചെയ്യില്ല. അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ബ്രോസ്റ്റഡ് ഉണ്ട്, അൽഫാം ഉണ്ട്. അപ്പോൾ എപ്പോഴും അൽഫാം ചൂസ് ചെയ്യുക. പിന്നെ അൽഫാം കഴിക്കുമ്പോൾ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് കഴിക്കുക. അങ്ങനെ നമുക്കിപ്പോൾ പുറത്ത് പോയാലും നമുക്ക് ഡയറ്റിന് അടിയിൽ നിന്ന് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യണോ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ മുതൽ നമുക്ക് വെയിറ്റ് ലോസ് ജേണി ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിൻ്റെ കൂടെ കൂടാൻ താല്പര്യമുള്ളവർക്ക് കൂടിക്കളി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ അസ്സലാമു അലൈക്കും.